നമുക്കൊരു അടിപൊളി വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ പണി കണ്ടാലോ. എല്ലാവരുടെയും പ്രശ്നമാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് എങ്ങനെ അടിപൊളിയാക്കാന്ന്. അപ്പം അങ്ങനെയുള്ളൊരു പണി ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്ന വീട് ഇതാണ്. വളരെ ചെറിയ വീടും വളരെ ചെറിയൊരു സിറ്റ് ഔട്ടുമാണ്. അപ്പം വളരെ ചെറിയ ഒരു വീടാണ്, ആകെ ഒരു റൂമും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വശമാണ് അതിൻ്റെ ആ വീടിൻ്റെ ഏകദേശം ഒരു ലുക്ക് വരുന്നത്. അപ്പം വളരെ ചെറിയ സെറ്റപ്പ് ചെയ്യുന്നതാണ് ഈ കാണുന്നതാണ് അതിൻ്റെ 3D സെറ്റപ്പ്. ഈ ഷേപ്പിലേക്ക് നമ്മൾ റെഡിയാക്കി എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഈ ലുക്കിൽ ഫൈനൽ ലുക്ക് വരുമ്പോൾ ഈ ലുക്കിലാണ് വരിക. അപ്പം അതിന് വേണ്ടി ഫുള്ള് പൈപ്പിലുള്ള പരിപാടിയാണ്. 3 പൈപ്പ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. കാരണം രണ്ട് സൈഡിലും പറഹോള പോലെ ഡിസൈൻ സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ ടോപ്പിൽ വെച്ചിരിക്കുന്നത് 3x3 അത് ഫ്രണ്ടിലൊരു ക്രോസ് ബീമിന് 3x3 ഇരുന്നോട്ടെന്ന് വെച്ചിട്ടാണ്. അപ്പം ആകെ 4 കിഴക്കോലേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഓട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ വീടിൻ്റെ മെയിനായിട്ട് പിന്നെ ഇതിൻ്റെ ഭംഗി വരുന്നത് മൊത്തം ഈ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിലാണ്. വേറെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ബോറായി കഴിഞ്ഞാൽ മൊത്തത്തിൽ പണി പാടും. അപ്പം പരമായി നല്ലതാക്കിയുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം കഴുക്കെല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പിന്നെ പട്ടികയുടെ പണിയാണ്. ഇനി നമ്മൾ സെറാമിക്കിൻ്റെ ഓടാണ് ഇടുന്നത്. നാടനോട് ഇടാൻ നമ്മൾ പറഞ്ഞതാണ്, പക്ഷെ നാടനോടിനോട് അവർക്ക് താല്പര്യമില്ല. കാരണം നാടനോടിടുന്ന ലുക്ക് എന്തായാലും സെറാമിക്കിന് കിട്ടൂല എന്നുള്ളതാണ് നമ്മുടെ പൊതുവേ ഉള്ള അഭിപ്രായം. കാരണം ഇങ്ങനെയുള്ള ചെറിയ ഏരിയൊക്കെ കാണാൻ വൃത്തി നാടനോടായിരിക്കും, പക്ഷെ അവർക്ക് ആ ഒരു സെറാമിക്കിൻ്റെ ഒരു റെഡ് ടൈപ്പ് ബോർഡ് ആ ഒരു ലുക്ക് വേണമെന്നുള്ളത് അവരുടേതായ തീരുമാനമായിരുന്നു. പിന്നെ ഇനി നമ്മൾ സീലിങ്ങിൻ്റെ കൂടി പണിയുണ്ട്. അത് നമ്മൾ ആദ്യം ഇതിൻ്റെ പണി ചെയ്തിട്ട് ബാക്കി കൂടി കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് സീലിംഗ് ചെയ്യുന്നത്. സീലിംഗ് അലുമിനിയം ഫാബ്രിക്കേഷൻ സീലിംഗാണ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ കുറച്ച് കുത്തും കൂടി ചെയ്യുന്നുണ്ട്. കാരണം കാണുമ്പോൾ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്നത് അത് ഫുള്ള് 2 കുന്നിൻ്റെ പൈപ്പാണ് നമ്മൾ കുത്തിയിരിക്കുന്നത്. അപ്പം ഏകദേശം ഫ്രെയിം വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് ഈ രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ഓട് ഇതാണ്. ഈ റെഡ്, അതായത് റെഡും ബ്ലാക്കും വരുന്ന ആ ഒരു ഓടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ആ ഒരു ലുക്ക്, അതായത് വീടിൻ്റെ കളറിനോട്, വീടിൻ്റെ ഏകദേശം കളർ കണ്ടില്ല, ആ ഫ്രണ്ട് വാള് ചെയ്തിരിക്കുന്ന ആ ഒരു കളറുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി ഈ ഓട് വേണമെന്നുള്ളത് അവരുടെ നിർബന്ധത്തിൽ ചെയ്യുന്നതാണ്. നമുക്ക് ശരിക്കും നാടനോടിനോടായിരുന്നു താല്പര്യം. പിന്നെ സീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാടനോട് ഇട്ട് സീലിംഗ് ഓടും കൂടി കിട്ടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായാണ്. പക്ഷേ ഇതിപ്പോൾ അലുമിനിയത്തിൻ്റെ സീലിംഗ് ചെയ്യാനാണ് നിലവിൽ പ്ലാൻ ഇട്ടിട്ടുള്ളത്. സെറാമിക് ചെയ്ത് കഴിഞ്ഞാൽ ചൂടിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ട്. പിന്നെ സീലിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ചൂടെല്ലാം കുറഞ്ഞോളും, കുഴപ്പമില്ല. അപ്പം ഫ്രണ്ടിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു ബോർഡർ പൈപ്പും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനും കൂടി അതേ കളർ സെയിം അടിച്ച് കഴിയുമ്പോഴത്തേക്കും കാണാൻ നല്ല ലുക്കായിരിക്കും. അപ്പോൾ 2 സൈഡിൽ നമ്മൾ പാത്തിയും കൂടി കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഓടിൻ്റെ, കാരണം കുറഞ്ഞ ഓടേ ഉള്ളൂ, ഓടിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ മൂലിയോട് വെക്കാനുണ്ട്. മൂലിയോടിൻ്റെ ടോപ്പിൽ നമ്മൾ പാത്തിയെല്ലാം വെച്ചിട്ടാണ് സെറ്റാക്കുന്നത്. കാരണം പിന്നെ വെറും സിലിക്കോൺ മാത്രമല്ല, പാത്തി വെച്ചിട്ട് സ്ക്രൂ ചെയ്തിട്ട് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. വെറും സിലിക്കോണിൽ നിർത്തി കഴിഞ്ഞാൽ പിന്നെ സിലിക്കോണിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വെതർ അടിച്ച് കഴിഞ്ഞാൽ പോലും ഒരു 5 വർഷമൊക്കെയാണ് മാക്സിമം ഒരു വാറണ്ടി പറയുന്നത്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് പാൽ ഒടിച്ച് കഴിയുമ്പോൾ ഇളകും. അപ്പം ഒരു പാത്തിയുടെ പൈപ്പും കൂടി വെച്ചിട്ട് അതിന് സ്ക്രൂ കൂടി അടിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റായിരിക്കും. അപ്പോൾ അങ്ങനെ കൂടി ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഏകദേശം വർക്കിൻ്റെ കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ പറവോള പോലെ പൈപ്പ് അടിച്ചിട്ടുണ്ട്. ഇതുപോലെ മോഡൽ ആയിട്ട് പിന്നെ സിറ്റ് ഔട്ടൊക്കെ ചെയ്യുന്നവർ ഇങ്ങനെയുള്ള ഡിസൈനൊക്കെ പ്ലാൻ ചെയ്യുക കേട്ടോ. കാരണം എങ്ങനെയുണ്ട് എന്നുള്ളത്, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം പിന്നെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് ഫോട്ടോ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചെയ്തിട്ട് അനുഭവങ്ങളുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഓടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാടനോടാണ് നമുക്ക് താല്പര്യം. ഇതുപോലുള്ള ചെറിയ ഏരിയൊക്കെ നാടനോടിൻ്റെ പ്രശ്നം പിന്നെ കളർ പോകും എന്നുള്ളതാണ്. പക്ഷേ സെറാമിക്കിന് പായൽ പിടിക്കില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ കാലാവസ്ഥയ്ക്ക് എന്തായാലും പായലൊക്കെ പിടിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിത് മൂലിയോട് വെക്കുന്ന കാര്യം പറഞ്ഞതാണ്. മൂലിയോടിന് പാത്തിയെല്ലാം വെച്ചിട്ട് അതിൻ്റെ കൂടെ സിലിക്കോൺ ഇട്ട് എക്സ്ട്രാ നമ്മളൊരു സ്ക്രൂവും കൂടി അടിച്ച് കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ സെറ്റാവും. അപ്പം പശ ഇളകിയാൽ പോലും ആ സ്ക്രൂവിൻ്റെ സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ട് തന്നെ വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ വർക്കിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ച് പലരും വിളിക്കലുണ്ട്. അപ്പോൾ വർക്ക് നമ്മൾ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ എല്ലാ ഭാഗത്തും ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഭാഗത്തുനിന്നും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. പിന്നെ ദൂരോട്ട് നമ്മൾ നിലവിലെ കണ്ടീഷനിൽ ദൂരോട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല. കുറച്ച് ഈ സീസണിൽ എന്തായാലും നമുക്ക് ദൂരോട്ട് വർക്ക് നടക്കില്ല. അപ്പം കോൾ ചെയ്യുന്നവർ പിന്നെ ശ്രദ്ധിക്കുമല്ലോ. അപ്പം ഓവർ ഏരിയയിലോട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. പിന്നെ സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് തന്നെ ചോദിക്കാവുന്നതാണ്, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഇതിൻ്റെ ഈ വർക്കിന് നമുക്ക് മൊത്തത്തിൽ ചിലവായിരിക്കുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും സീലിംഗ് ചെയ്യുന്നതിന് മുമ്പ് ചിലവായിരിക്കുന്ന തുക ഏകദേശം 90,000 രൂപയാണ്. ഇത്രയും വർക്ക് നമുക്ക് ചെയ്തപ്പം ഓട് ഉൾപ്പെടെ, ഓട് പൈപ്പ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ വന്നിരിക്കുന്ന ചിലവ് 90,000 രൂപയാണ്. ഇനി സീലിംഗ് പിന്നെ ഒരു
10-30 40 ഇടക്ക്. അത് ഓരോ മോഡൽ വ്യത്യാസം അനുസരിച്ച് റേറ്റ് വരും. അപ്പോൾ ഏകദേശം ഒരു 1.30 വരെയൊക്കെ റേറ്റ് ഫുൾ ഫിനിഷിംഗ് ആകുമ്പം വരും. പിന്നെ അതിന് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ലുക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാം. ഇപ്പം നിലവിൽ ഇത്രയുമാണ് നമ്മുടെ വർക്കുള്ളത്. അപ്പോൾ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.